കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ജീവിതം ഭാരപ്പെട്ടിരിക്കുന്നവരെ ദൈവം എങ്ങനെയെങ്കിലും അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരടി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ച ഞങ്ങളുടെ തിരുസന്നിധിയിൽ ദൈന്യതയോടെ ദാസ യജമാൻ്റെ കണ്ണുകൾക്കെന്ന പോലെ ദാസി സ്വാമിനിയുടെ കണ്ണുകൾക്കെന്ന പോലെ നോക്കുന്ന പോലെ ആദ്യമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ ചെറിയ കടകളൊക്കെ നടത്തുന്നവർ ഈശോയെ വല്ലാത്ത വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തവരുണ്ട് മകനെ മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമേ ഉള്ള അമ്മേ. അതെല്ലാ മക്കളും അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളും ഈ പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾക്കാരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.